നമ്മളിവിടെ കാണിക്കുന്നത് 32 ഇഞ്ച് ശരീരവണ്ണമുള്ള ഒരു കുട്ടിക്കുള്ള സാരി ബ്ലൗസാണ്. അപ്പോൾ 32 ഇഞ്ച് ശരീരവണ്ണത്തിൻ്റെ കൂടെ 8 ഇഞ്ച് കൂടി കൂട്ടി 40 ഇഞ്ച് വണ്ണം ഇട്ട് വേണം നമ്മൾ വെട്ടാൻ. 40ൻ്റെ 4/1 10 ഇഞ്ച്. അപ്പോൾ അതാണ്ട് 2 മടക്കിൽ തുണി ഇട്ടിട്ട് 10 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്കിതിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താം. ഇറക്കത്തിന് 15 ഇഞ്ച് ഇറക്കമാണുള്ളത്, 14.5 ഇഞ്ച് ഇറക്കമാണുള്ളത്. അപ്പോൾ 15 1 ഇഞ്ച് കൂടി കൂട്ടി 15.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെയും ആ 15.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് രണ്ട് പോയിൻറ്റും കൂടെ ചേർത്തൊരു ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്തിൻ്റെ അകൽച്ച 2.5 ഇഞ്ച്, ഷോൾഡർ 11 ഇഞ്ച്, ഇതിന് താഴോട്ട് ആം ഹോളും 5.5 ഇഞ്ച്. ഇവിടെ ഇങ്ങനെ നെക്കിൻ്റെ ഇറക്കം ഞാൻ 9 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പം ആ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയതും 2.5 ഇഞ്ച് അകൽച്ചയും കൂടെ കൂട്ടി ചേർത്ത് ഒരു ബോക്സ് പോലെ വരയ്ക്കാം. അതുപോലെ തന്നെ ആം ഹോളിൽ ഒരു ബോക്സ് പോലെ വരയ്ക്കാം. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഈ കോർണറിൽ ടേപ്പ് അരിച്ച് വെച്ചുകൊണ്ട് 1/2 ഇഞ്ചും ആം ഹോളിൻ്റെ കോർണറിൽ ടേപ്പ് അരിച്ച് വെച്ചുകൊണ്ട് 1.5 ഇഞ്ചും അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ അടയാളപ്പെടുത്തിയ പോയിൻറ്റിൽ കൂടി ഇങ്ങനെ ഷേപ്പിൽ അങ്ങ് വരയ്ക്കാം. ആം ഹോളിലും ആ പോയിൻറ്റ് ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കാം. ഇനി താഴെ അറ്റം 1 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് മുകളിൽ വണ്ണം കുറയാത്ത രീതിയിൽ താഴോട്ട് ആ 1 ഇഞ്ചിലോട്ട് ചരിച്ച് വരച്ച് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ബാക്കിലെ പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പീസിന് ബാക്കിലെ പീസിനേക്കാൾ 1 ഇഞ്ച് ഇറക്കം കൂടുതൽ വേണം. വേണ്ട, ഇതിനേക്കാൾ 1 ഇഞ്ച് ഇറക്കം കൂട്ടിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഫ്രണ്ടിലെ നെക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ 6 ഇഞ്ചാണ് വരയ്ക്കുന്നത്. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ബോക്സ് ആക്കിക്കൊണ്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയെല്ലാം ഷോൾഡർ ആയാലും ആം ഹോൾ ആയാലും എല്ലാം നമ്മളെ ബാക്കിലെ പീസിന് കട്ട് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. വണ്ണവും ബാക്കിലെ പീസിൻ്റെ അത്രയും മതി. അപ്പോൾ ഈ ഫ്രണ്ട് പീസിൻ്റെ ആം ഹോൾ നമ്മൾ 1/2 ഇഞ്ചോളം എടുത്ത് വെട്ടേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ ആം ഹോളിൻ്റെ മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് വേണമെങ്കിൽ അത് കയറി നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെ ആം ഹോൾ 1/2 ഇഞ്ച് എടുത്ത് വെട്ടണം. അതാണ്ട് ഞാൻ കാണിച്ചു തരാം. വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനി ഇത് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, 1/2 ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെട്ടണം. അങ്ങനെ എടുത്ത് വെട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ബ്ലൗസ് ഇടുമ്പം ആ ആം ഹോളിൻ്റെ ആ ഭാഗം നല്ല ഫിറ്റായിട്ടിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരുമാതിരി ചുളുങ്ങിക്കിടക്കും. അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ബെൽറ്റ് പീസ് കട്ട് ചെയ്യാം. ബെൽറ്റ് പീസിന് ആദ്യം ഒരു 4.5 ഇഞ്ച് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി ആ അറ്റത്ത് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തും. എന്നിട്ട് ഈ അടയാളപ്പെടുത്തിയ പോയിൻറ്റിൽ കൂടി ഇങ്ങനെ അങ്ങ് വരയ്ക്കണം. ഈ അറ്റത്ത് 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയേക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് 3 ഇഞ്ച്, അതിൻ്റെ അപ്പുറത്ത് 3.5 ഇഞ്ച്. അപ്പം നമ്മുടെ ബെൽറ്റ് പീസും കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ട തുണി 2ആയിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കണം. അപ്പോൾ ഞാൻ 2 സ്ലീവും ഒന്നിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കിയത് കേട്ടോ. ഇതിന് ആം ഹോളിനേക്കാൾ 2.5 ഇഞ്ച് വണ്ണം അധികം എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഇറക്കം 12 ഇഞ്ചാണ്. അതുകൊണ്ട് 12 ഇഞ്ച് അടയാളപ്പെടുത്താം. അവിടെ ഇങ്ങനെ 12 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച് 9 ഇഞ്ച് അടയാളപ്പെടുത്താം. അടയാളപ്പെടുത്തിയിട്ട് ഇത് ഇങ്ങനെ ഷേപ്പിലങ്ങ് വരയ്ക്കണം. കണ്ടോ, കൈവണ്ണം എത്രയാണോ അതിനേക്കാൾ 1.5 ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ താഴോട്ട് വരച്ചത്. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇനി സ്ലീവിനും നമ്മൾ ആം ഹോളിൻ്റെ ഫ്രണ്ട് എടുത്ത് വെട്ടിയതുപോലെ തന്നെ സ്ലീവിൻ്റെ ഫ്രണ്ടും നമ്മൾ എടുത്ത് വെട്ടണം. അപ്പോൾ അതിനു വേണ്ടി ഒരു സ്ലീവിൻ്റെ മീതെ അടുത്ത സ്ലീവ് എടുത്ത് വെച്ചിട്ട് മുകളിൽ നിന്നും
ഒരു പീസ് ഇങ്ങോട്ട് മാറ്റണം. മാറ്റിക്കൊണ്ട് ആ ഇടയിൽ കാണുന്ന 2 പീസ്, ഇടയിൽ കാണുന്ന 2 പീസിൽ നിന്നാണ് നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങനെ എടുത്ത് വെട്ടേണ്ടത്. നമ്മൾ ആം ഹോളിനെടുത്ത് വെട്ടിയതുപോലെ തന്നെ താഴേന്നും മുകളിൽ നിന്നും ഒരു പീസും ഓരോ പീസും മാറ്റിക്കൊണ്ട് നടുക്കുള്ള 2 പീസാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഇതുപോലെ അടിപ്പട്ട വേണം, ഇതുപോലത്തെ ബെൽറ്റ് പീസും കൂടെ 2 എണ്ണം വേണം. എന്നിട്ട് നെഞ്ച് പിടിയും ക്രോസ് തുണ്ടും കട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ